ഓം ശാന്തി. അവ്യക്ത പാലനയുടെ റിട്ടേൺ. ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാകും. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ആത്മാവിരിക്കുന്നത് മറ്റൊരാൾക്ക് കാണത്തക്ക രീതിയിൽ നമ്മുടെ സ്ഥിതിയെ സുതാര്യമാക്കണം. പറയാറില്ലേ, ഫരിസ്ത എന്നാൽ ട്രാൻസ്പെറന്റ്. ഈ ശരീരം അത്ര ട്രാൻസ്പെറന്റ് ആകണം. ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവിനെ മറ്റുള്ളവർക്ക് ദൃശ്യമാകണം. അതായത് നമ്മുടെ ആത്മീക രൂപം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം. ആ ആത്മരൂപത്തിന്റെ ദർശനത്തിലൂടെ അവരും അവരുടെ ആത്മാവിനെയും സാക്ഷാത്കാരം ചെയ്യണം. അതായത് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ നോക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നത് പോലെ സുതാര്യമായ നമ്മുടെ അരികിൽ വന്ന് ഒരാള് നമ്മിലെ ആത്മാവിനെ ദർശിക്കുന്നതിലൂടെ അവർ അവരുടെ ആത്മാവിനെ കൂടി ഈ ദർപ്പണത്തിൽ ദർശിക്കണം. ഇതിനെയാണ് അവ്യക്തം അല്ലെങ്കിൽ ആത്മീക സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. സ്വയം ആത്മാവായിരുന്നു കൊണ്ട് മറ്റുള്ളവരിൽ ആത്മബോധം ഉളവാക്കി കൊടുക്കുന്ന ആ സ്ഥിതി. ഇതിലൂടെ നമുക്ക് അവ്യക്ത സ്ഥിതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ഭാവിക്ക് നമ്മൾ നൽകുന്ന അവ്യക്ത പാലനയുടെ റിട്ടേൺ. ഓം ശാന്തി.